ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമന്ത്രി കൃത്യമായി ചെയ്യുമെന്ന് രാജ്നാഥ് സിംഗിന്റെ മറുപടിക്ക് തൊട്ടു പിന്നാലെ പഞ്ചാബിലെ ഫിറോസാപൂർ കൺവോൺമെന്റിൽ അരമണിക്കൂർ നേരം 30 മിനിറ്റ് നേരം ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി. എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ നിർത്തി, അവയുടെ ലൈറ്റ് അണച്ചു, ജനറേറ്റർ ഉൾപ്പെടെയുള്ളവ അണച്ചു. ഏതായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് വരുന്നത്. അതിനൊരു ഡ്രില്ലാണ് പഞ്ചാബിലെ ഫിറോസാപൂരിൽ ഇന്നലെ നടന്നത്. രാവിലെ മുതൽ തന്നെ സൈന്യം ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാത്രിയിൽ 9 മുതൽ 9:30 വരെ ഇത്തരത്തിൽ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ലൈറ്റ് അടയ്ക്കണം, ജനറേറ്റർ പോലും പ്രവർത്തിപ്പിക്കരുത്, റോഡിലൂടെ ഓടുന്ന വാഹനം അവിടെ സ്റ്റോപ്പ് ചെയ്യണം, ലൈറ്റുകളെല്ലാം തന്നെ, അതായത് ഫുൾ ഇരുട്ടിലേക്ക് പോകുന്ന ഒരു ഡ്രില്ലായിരുന്നു നടന്നത്. ഈ ഡ്രില്ലിന് പിന്നാലെ പഞ്ചാബ് അതിർത്തിയിൽ പാക് സൈന്യം കൂടുതൽ ജാഗ്രതയിലേക്ക് നീങ്ങിയിരിക്കുന്നു. കാരണം ഏത് നിമിഷവും എവിടെ നിന്നാണ് അടി വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. മുൻപൊക്കെ കാശ്മീരിൽ മാത്രമായിരിക്കും ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുക എന്ന് കരുതിയ പാകിസ്ഥാന് ഇപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാൻ അതിർത്തിയിൽ ടാങ്കുകൾ മറ്റും നിരത്തിക്കൊണ്ട് ഇന്ത്യൻ കരസേനയുടെ ഒരു അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നു. പഞ്ചാബിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് കൂടി പോയതോടുകൂടിയാണ് പാകിസ്ഥാൻ കടുത്ത ജാഗ്രതയിലേക്ക് മാറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.